ഹലോ ഗെയ്സ്, നിഷാദാണ്. അപ്പോൾ ഇന്ന് ഞാനുള്ളത് ഇതിൻ്റെ മുന്നേ തന്നെ ഞാൻ ഒരു വർഷം മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണു. അയിലക്കാടാണ് ഇപ്പോൾ ഞങ്ങളുള്ളത്. അന്ന് ഞാൻ വന്നിട്ടുണ്ടായിരുന്ന ഒരു യാത്രയുടെ ഇടയിലായിരുന്നു. ഇന്ന് പക്ഷേ എനിക്ക് വരേണ്ടത് എൻ്റെ സുഹൃത്തായ റിയാസ്കാക്ക് ഒരു എടപ്പാൾ വരേണ്ട ആവശ്യത്തിന് വേണ്ടി വന്നാണ്. അന്നേരമാണ് മൂപ്പര് ചോദിക്കണത്, നമുക്ക് നിഷാദെ ഫുഡിൻ്റെ സമയമായില്ലേ, ഇവിടെ നല്ലൊരു ഫുഡ് കഴിക്കാമെന്ന്. മൂപ്പർക്കും ബിരിയാണിനോടോ കാര്യമോ താല്പര്യമില്ല. കാരണം വേറെ എന്താ വെച്ചാൽ പെരുന്നാളൊക്കെ കഴിഞ്ഞിട്ട് ബീഫും നെയ്ച്ചോറും ബിരിയാണിയൊക്കെ തിന്നിട്ട് ആകെ മൂഡ് ഓഫ് ആയിരിക്കുന്ന ടൈമാണ്. അന്നേരമാണ് ഇവിടെ നല്ലൊരു ഫുഡ്, നാടൻ ഫുഡ് കിട്ടുന്നത്. അപ്പോഴാണ് എനിക്ക് ഈ ഒരു വർഷം മുന്നേ ഉള്ള ഒരു ഓർമ്മൻ്റെ വന്നത്. നമുക്ക് നേരെ പോകാം, മറ്റേ നമ്മളെ അയിലക്കാട് പോവാം. അവിടെ നല്ല ഹോട്ടൽ ഐലൻഡ് ഉണ്ട് എന്ന് ഞാൻ മൂപ്പരോട് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതേമാതിരി തന്നെ ഞങ്ങളവിടെ എത്തിയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇപ്പോൾ കാണുന്ന കാഴ്ച അതാണ്. അപ്പോൾ നമ്മളെ ഫ്രണ്ടിലവിടെ കയറുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയും ഒരു ചേച്ചിയും ചേട്ടനൊക്കെ പട കൂടിയിട്ട് നല്ല വിറകിൻ്റെ അടുപ്പിൽ ഇങ്ങനെ മീനിങ്ങനെ പൊരിക്കണ കാണാം. അപ്പോൾ തന്നെ നമ്മളെ വായിൽ പകുതി വെള്ളം ഊറി. എന്തായാലും ഞങ്ങൾ ഉള്ളിൽ കയറിയുമ്പോൾ ഫാമിലിയൊക്കെ ഫുള്ളാണ്, സീറ്റിങ്ങൊക്കെ ഫുള്ളാണ്. എല്ലാവരും നമ്മളെമാതിരി തന്നെ ചിന്തിച്ചവരാവും, എന്താ പെരുന്നാളും കാര്യങ്ങളൊക്കെ ആയിട്ട് ആകെ ബീഫും നെയ്ച്ചോറൊക്കെ തിന്നിട്ട് ഇനിയൊരു നല്ല നാടൻ ചോറാവാന്നുള്ളത്. എന്തായാലും ഞങ്ങൾക്ക് കഷ്ടിച്ച് 2 പേർക്ക് ഇരിക്കാൻ പറ്റിയൊരു സ്ഥലം കിട്ടി. ചോറ് വന്നു. അതാ റിയാസ് ഖാൻ്റെ ഒക്കെ കഴിക്കണതിനെ കണ്ടു കഴിഞ്ഞാൽ നല്ല ആസ്വദിച്ച് കഴിക്കേണ്ടവർ. എന്തായാലും ആ ഒരു വർഷം മുന്നേടക്കും വന്നിടക്കും നല്ലൊരു മെച്ചപ്പെട്ട, ഒന്നും കൂടി ഫുഡ് മെച്ചപ്പെട്ടു എന്നല്ലാതെ യാതൊരു തരത്തിലുള്ള പാളിച്ചകളും വന്നിട്ടില്ല. കൂട്ടാനുകളും കാര്യങ്ങളൊക്കെ ഒരുപാട് അധികം ആക്കിയിട്ടുണ്ട്. അന്ന് വന്നപ്പോൾ വളരെ കുറച്ചായിട്ട് തോന്നി. പക്ഷേ ഇന്നിപ്പോൾ അവർ കൂട്ടാനുകളും കാര്യങ്ങളും കൂടിയിട്ടുണ്ട്. അതേമാതിരി തന്നെ സീസൺ ആവുകൊണ്ട് അന്ന് ഞാനൊരു ഔട്ട് ഓഫ് സീസണിൻ്റെ ടൈമിലാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഈ കരിമീൻ്റെ ഒക്കെ ഒരു സമയം തന്നെ നല്ല മീൻ, നല്ല വലിപ്പമുള്ള മീനിന് കിട്ടിയിട്ടുള്ളത്. എന്തായാലും ഒരു 2 തവണയൊക്കെ ആയിട്ട് ചോറിട്ട് നല്ല ആസ്വദിച്ച് കഴിക്കുന്ന ടൈമിലാണ്. പിന്നെ കൂടാതെ തന്നെ വരെ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സംഭവമാണ് നല്ല അടിപൊളി അച്ചാർ. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ കണ്ടില്ല, നമ്മളെ റിയാസ് ഖാൻ്റെ ഇടയിൽ കണ്ടില്ല, മീൻ എക്സ്റേ ആക്കിയിട്ട് കാണിച്ചു തരികയാണ്. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഫുഡൊക്കെ അടി കഴിഞ്ഞിട്ട് അവിടെ ഇറങ്ങുമ്പോൾ തന്നെ അവരോരോ ഗ്ലാസ് പായസം തരുന്നുണ്ട്. അത് ഞങ്ങളിങ്ങനെ ആസ്വദിച്ച കായലോരത്തിൻ്റെ അരികിലിരുന്നിട്ട് ആ പുറത്തുള്ള സീറ്റിങ്ങിൽ ഇരുന്നിട്ട് കുടിക്കുകയാണ്. സത്യം പറയാലോ, ഞാനൊക്കെ 2 തവണ മേടിച്ചു പായസം. അവരോട് പിന്നെയും ഒരു ഗ്ലാസ് പായസമാണ് കൊടുക്കുന്നത്. 2ാമത്തെ തവണയും ആ പായസം ഞങ്ങൾ മേടിച്ച് കുടിച്ചു, ആസ്വദിച്ച് ഇരുന്ന് കുടിച്ചു. റിയാസ്ക്ക് ഞാനും 2 തവണ പായസം മേടിച്ച് കുടിച്ചു. അവർ ചോദിക്കുമ്പോൾ തരുന്നുണ്ട് കേട്ടോ, 2-3 ആൾക്ക് വേണമെങ്കിൽ തരുന്നുണ്ട്. അപ്പോൾ ഇതാണ് ആ ലൊക്കേഷൻ. ഞാൻ അന്ന് കാണിച്ച പോലെ തന്നെ ആ കായലോരത്തുള്ള ആ ഐലൻഡ് എന്നുള്ള ഹോട്ടൽ. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഭാഗത്ത് കൂടെ പോകുന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട ഒന്നാണ്. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ഗുഡ് ബൈ.